കുളിയെല്ലാം കഴിഞ്ഞ് ആവണി തൻ്റെ മുറിയിൽ മാരിവേലിനൊപ്പം ചെന്നിരുന്നു. അവൻ്റെ പഠനത്തെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും അവൾ അന്വേഷിച്ചു. അപ്പോഴാണ് മാരുവേൽ തൻ്റെ സഹപാഠി റഹീമിനെക്കുറിച്ച് പറഞ്ഞത്. ഉപ്പയില്ലാത്ത കുട്ടിയാണെന്നും വീട്ടിൽ ഉമ്മ ജോലിക്ക് പോയാണ് അവരെ വളർത്തുന്നതെന്നും റഹീമിനും എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോകണമെന്നുണ്ടെന്നും അവൻ പറഞ്ഞതായി മാരുവേൽ ആവണിയോട് പറഞ്ഞു. പക്ഷേ പിന്നീടും റഹീമിനെക്കുറിച്ച് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാരുവേലിന് എന്തോ ഒന്ന് റഹീമിനെക്കുറിച്ച് തന്നോട് പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. വളരെ നിർബന്ധിച്ചാണ് ആ രഹസ്യം അവൻ പുറത്തു പറഞ്ഞത്. ആരോ ഒരാൾ ഒരു പൊതി അവനെ ഏൽപ്പിക്കാറുണ്ടെന്നും അതിന് ആഴ്ചയിൽ 30,000 രൂപ വരെ അവന് ലഭിക്കാറുണ്ടെന്നും അങ്ങനെയാണ് വീട്ടിലെ പട്ടിണി മാറ്റാറ് എന്നും മാരുവേലിനോട് റഹീം പറഞ്ഞതായി ആവണിക്ക് മനസ്സിലായി. ലഹരിയെക്കുറിച്ച് ആവണിക്കറിയാം, പലരും പറഞ്ഞറിയാം. ലഹരി പലതരത്തിലുണ്ടെന്ന് ദാമോദരൻ ചേട്ടനാണ് അവളോട് പറഞ്ഞത്. മദ്യപാനം, ചീട്ടുകളി, മുറുക്ക്, മൂക്കിപ്പൊടി, പിന്നെ നാക്കിൻ്റെ അടിയിൽ വയ്ക്കുന്ന പലതരം പൊടി, ശരീരത്തിൽ കുത്തിക്കയറ്റുന്ന പലതരം മരുന്ന്. എൻ്റെ കൊച്ചേ, അതൊന്നും രുചിച്ചു നോക്കരുത്. അത് ഏതവൻ തന്നാലും നിനക്കത് വേണ്ട, കേട്ടല്ലോ. അതൊരു പ്രാവശ്യം രുചിച്ചാൽ പിന്നെ നമ്മളവരുടെ അടിമകളാ. പിന്നെ നമ്മൾ എന്തും ചെയ്യും. മോഷണം, കൊലപാതകം, പിടിച്ചുപറി എന്ന് വേണ്ട, നമ്മുടെ ജീവിതം തന്നെ പോയിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു നടന്നോണം. ആവണി ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തത് വളരെ ഉപകാരപ്രദമായ ചിന്തകളായിരുന്നു. അവൾ ജാഗരൂകയായി മാരുവേലിനെ ഉപദേശിച്ചു. ഒരിക്കലും അത്തരം കാശ് നമുക്ക് വേണ്ടെന്നും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോകണ്ട എന്നും പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇളയമ്മ കുറച്ച് പൂക്കളും ചേലയുമായി എത്തി. ആവണിക്ക് സമീപം വന്നു നിന്ന അവർ ആവണിയുടെ മുടിയിഴകൾ മാടിയൊതുക്കി. മകളെ ആവണി, இந்த சேலை போட்டு பூ போட்டு ഒരുങ്ങി വാ, നാ ഒന്ന് പാക്കട്ടും. ആവണി നടുങ്ങി.